ഹായ്, ഇന്ന് വന്നിട്ട് ഡേ 5 ആണ്. അപ്പോൾ ഡേ 5 നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സൺ ടാനിനുള്ള പാക്കാണ്. അപ്പോൾ ഇപ്പോൾ സൺ ടാനിൻ്റെ പാക്ക് നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്താലും അടുത്തും സൂര്യൻ ഇതടിക്കുമ്പോൾ പിന്നെയും ടാൻ ആകും. സോ പെട്ടെന്ന് ഇന്ന് മാറിയ പിന്നീട് വരില്ല എന്നുള്ള ഇതല്ല. പിന്നെ നമ്മൾ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്തും ടാൻ വരാതെയൊക്കെ സൂക്ഷിക്കേണ്ടി വരും. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മൾ എന്ത് പറയാനാണെന്തോ എനിക്ക് വന്നു. അപ്പോൾ നമുക്ക് പാക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ പാക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഡ്രൈ സ്കിൻ ആൾക്കാരാണെങ്കിൽ ചെറുപയർ പൊടി എടുക്കണം. ഓയിലി സ്കിൻ ആൾക്കാരാണെങ്കിൽ കടലമാവ് എടുക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെത് നോക്കുമ്പോൾ ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. ഒരു മൂക്കിൻ്റെ ഇവിടെയും പിന്നെ എൻ്റെ ചുണ്ട് വന്നിട്ട് ചാപ്റ്റ് ലിപ്സായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്ന് ക്യൂർ ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് നെയ്യാണ്, നമ്മുടെ സാധാരണ നെയ്യ്. അപ്പോൾ നെയ്യ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. കുറച്ച് നേരം കൂടെ മോയ്സ്ചറായിട്ടിരിക്കണുണ്ട് നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യണതിനേക്കാളും എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതേപോലെ ഇത് ഡ്രൈനെസ് മാത്രമല്ല, എനിക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് നല്ലൊരു പെയിനും ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ നമ്മൾ തോലുരിഞ്ഞിട്ട് ഇങ്ങനെ വേദന എടുക്കൂലേ, അതുപോലെ വേദനയുണ്ടായിരുന്നു. അപ്പോൾ ഈ നെയ്യ് യൂസ് ചെയ്തപ്പം ഒരു ദിവസം കൊണ്ട് എനിക്ക് ആ പെയിനൊക്കെ പോയി. ചെറിയ ഡ്രൈനെസ് മാത്രമാണ് ഉള്ളത്. ചുണ്ട് തോലുരിയും പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെ പെയിനൊന്നുമില്ല. സോ അത് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് മനസ്സിലായി. സോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നെയ്യ് യൂസ് ചെയ്യേ. അപ്പോൾ നമുക്ക് ഇന്ന് സൺ ടാനുള്ള പാക്ക് നോക്കാം. ഇത് വന്നിട്ട് കടലല്ല ചെറുപയർ പൊടിയാണ്. ഞാൻ പൊടിച്ചു വച്ചിരിക്കുന്നതാണ്, ഉണ്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 1 സ്പൂൺ എടുക്കുവാണിത്, ഇത്ര എടുക്കുവാണ്. ഉള്ളത് ഞാൻ ഒരു കുപ്പിയിലാക്കി സ്റ്റോർ ചെയ്ത് വയ്ക്കും. പുറത്ത് വെച്ചിരുന്നാൽ മതി, ഒന്നും ചെയ്യൂല. അപ്പോൾ സംഭവം ഞാൻ ഇത്രയും നാളും എപ്പോഴും കടലമാവാണ് എടുത്തിട്ടിരുന്നത്. എന്ന് വെച്ചാൽ സൺ ടാൻ റിമൂവ് ചെയ്യണമെന്നുള്ള പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ ഞാൻ കടലമാവാണ് എടുക്കാറ്. പക്ഷെ ഇപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് ഡ്രൈ സ്കിന്നിന് കടലമാവ് നല്ലതല്ല. ബിക്കോസ് ഓയിലി സ്കിൻകാർക്ക് കടലമാവ് നല്ലതാണ്. എക്സസ് ആയിട്ടുള്ള ഓയിലും എല്ലാം റിമൂവ് ചെയ്ത് സീബത്തിനെയൊക്കെ മാനേജ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാനുള്ള ശക്തി കടലമാവിന് ഉണ്ട്. സോ ഓയിലി സ്കിൻകാർ ഇടയ്ക്കൊക്കെ കടലമാവ് യൂസ് ചെയ്യണത് നല്ലതാണ്. കാരണം അൺഗ്ലോങ്ഡ് ആയിട്ടുള്ള പോർസിനെയൊക്കെ നല്ല രീതിയിലാക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡ്രൈ സ്കിൻ ആൾക്കാരാണെങ്കിൽ ബെസ്റ്റായിട്ടുള്ളത് ഈ ഒരു ചെറുപയർ പൊടിയാണ്. അത് അത്ര ഡ്രൈ ആക്കൂല, പക്ഷെ നമ്മുടെ സ്കിന്നിനെ വന്നിട്ട് നല്ല ക്ലീൻ ചെയ്ത് ബ്രൈറ്റൻ ചെയ്യാനും ടാൻ റിമൂവ് ചെയ്യാനും ഒക്കെ ഇത് നമ്മൾ കടലമാവിനെ പോലെ യൂസ്ഫുള്ളാണ്. സോ ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കണേ. ഇത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, നല്ലതാണ്. ടൊമാറ്റോ ജ്യൂസ് നമ്മുടെ സ്കിന്നിന് ടാൻ റിമൂവ് ചെയ്ത് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഉപയോഗമുള്ള ഒന്നാണ്. നല്ല ജ്യൂസി ആയിട്ട് ചേർക്കണമായിരിക്കും നല്ലത്. ഞാൻ ഇത്തിരി ചേർത്തിട്ടുള്ളൂ. ഒറ്റ പീസിൽ നിന്ന് ഞാൻ പിശിക്ക് ഉപയോഗിക്കാൻ നോക്കിയപ്പോൾ സമ്മതിക്കണില്ല. നെക്സ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കണത്, ഇത്രയും ചേർത്തു. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി അറിയാമല്ലോ, നമ്മളെ സ്കിന്നിൻ്റെ ഡാർക്ക് സ്പോട്ട്സും അതൊക്കെ മാറ്റാനൊക്കെ നന്നായിട്ട് ഉപയോഗമുള്ള ഒരു സാധനമാണ് മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇനി ഒന്നും കൂടെ ആഡ് ചെയ്യാനുണ്ട്, അത് വന്നിട്ട് തൈരാണ്. തൈര് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, മാക്സിമം തൈര് തന്നെ ചേർക്കാൻ ശ്രമിക്കുക. കാരണം തൈര് ഇതിൽ നല്ലൊരു മെയിൻ കണ്ടൻ്റാണ്. ടാൻ റിമൂവലിനായാലും നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചറായിട്ട് നല്ല രീതിയിൽ ഇതാക്കാനും ഒക്കെ ഉപയോഗമുള്ള ഒന്നാണ്. അപ്പോൾ ഇത് തൈര് ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ കുറച്ച് പാലും കുറച്ച് നാരങ്ങ നീരും കൂടെ യൂസ് ചെയ്ത് അപ്പോൾ തൈരാവും ഉപയോഗിക്കുക. അല്ലെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ആയാലും കുഴപ്പമില്ല, റോസ് വാട്ടർ യൂസ് ചെയ്താലും മതി. അപ്പോൾ തൈര് യൂസ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. കണക്കിന് ഞാൻ തൈര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇത് ഭയങ്കര കട്ടിയായി വരെയാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചാൽ മതി, സാധാരണ വെള്ളം. ഫേസ് വന്നിട്ട് ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ കുറച്ച് വെള്ളം വെച്ച് ഈർപ്പമാക്കിയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അപ്പോൾ ഇത് കണ്ടോ, കുറച്ച് തിക്ക് പേസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളവും കൂടെ നാളത്തെ വീഡിയോയിൽ ഞാൻ
നമ്മളിപ്പോൾ ഒരുവിധം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു സ്കിൻ കെയർ ചാലഞ്ച് ഞാൻ ഇപ്പോൾ 7 ഡേയ്സിനും വേണ്ടിയിട്ടല്ല, 1 മന്ത് എങ്കിലും നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. 1 മന്ത് സ്കിൻ കെയർ ചാലഞ്ചാണ്, ചാലഞ്ചാണ്. അപ്പോൾ ഈ 1 മന്ത് നമ്മൾ ഈ ഇതിനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അല്ലാതെ ഓരോ ദിവസവും ഓരോന്ന് തന്നെ ഇപ്പം അടുത്ത ആഴ്ചയിലും ഓരോന്ന് തന്നെ ചെയ്യണമെന്നില്ല. മീൻസ് ഇത് കഴിഞ്ഞിട്ട് വേറെ സ്റ്റെപ്സ്. കാരണം ഈ ഒരാഴ്ചയിൽ തന്നെ ഞാൻ മാക്സിമം എല്ലാ കാര്യത്തിനും ഉള്ളത് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ 7 ദിവസം കൊണ്ട് ഓരോന്നിനും ഓരോ പ്രാവശ്യമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഓരോ പ്രാവശ്യം കൊണ്ടേ റിസൾട്ട് അങ്ങനെ കിട്ടില്ല, അറിയാമല്ലോ. അപ്പോൾ നമ്മളിത് ഇപ്പോൾ 1 മന്ത് എന്ന് പറഞ്ഞാൽ ഒരു 3 ആഴ്ചയൊക്കെ വരണുണ്ടല്ലോ. അപ്പോഴും 3 ആഴ്ചയെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ഇതിനെ അങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് വിചാരിക്കും പോലത്തെ ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ 7 ദിവസമായിട്ട് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുക. ഈ ആഴ്ചയിൽ ചെയ്യണതെല്ലാം നെക്സ്റ്റ് ആഴ്ചയിൽ റിപ്പീറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ഈ 1 മന്തും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം എന്താകുമെന്ന്. അല്ലാതെ 7 ഡേയ്സിന് കൊണ്ട് എന്തോ തകർക്കുമെന്നൊന്നും മാത്രം വിചാരിക്കരുത്. ഇങ്ങനെ വന്നിട്ടുണ്ടോ അറിയാമല്ലോ. അപ്പോൾ ഓയിലി സ്കിൻകാരാണെങ്കിൽ ഇതിന് പകരം എന്താണ് ചേർക്കാനുള്ള കടലപ്പൊടിയാണ്. കടലപ്പൊടിയും മഞ്ഞളും തൈരും കുറച്ച് ടൊമാറ്റോ ജ്യൂസും നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോഴിത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കില്ല. എന്നുവെച്ചാൽ നല്ല രീതിയിൽ ഡ്രൈ ആയി പപ്പടം പോലെ പൊടിഞ്ഞു വരില്ല, ആ ഒരു രീതി വരെ വച്ചിരിക്കരുത്. ആ ഒരുവിധം ഡ്രൈ ആവുമ്പോൾ വാഷ് ചെയ്ത് കളയണം. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ടായിരിക്കും, വാഷ് ചെയ്യണമല്ല, ഡ്രൈ ആയതിന് ശേഷമായിരിക്കും അടുത്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മൈക്കിൽ എത്രയാവും. വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പാക്കാണ്, സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു പാക്കാണ്. തലയിൽ ഞാൻ എന്തിങ്ങനെ ചപ്പിയൊക്കെ ഇരിക്കണേന്ന് വെച്ചാൽ ഓയിൽ മസാജ് ചെയ്ത് കെട്ടി വെച്ചിരിക്കണതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനിനി കുളിക്കാൻ പോവും. നമുക്ക് പിമ്പിൾസ് പോകാൻ ഇപ്പോൾ എനിക്ക് സ്റ്റാർട്ടിങ് ഡേയിൽ ഇവിടെ ഒരു പിമ്പിൾ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ പാക്കും ഇതൊക്കെ ഇട്ടപ്പോഴേ അത് ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിമ്പിൾ കുറയാൻ വേണ്ടിയിട്ടുള്ള പാക്കും പിന്നെ നമുക്കൊരു ഗ്ലോയിങ് ഇതായിട്ടുള്ള ഒരു മസാജ് ഇതും ചെയ്യാം. സോ നാളെ നമുക്ക് കാണാം. ബൈ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ ഫേസ് വന്നിട്ട് ഇത് പാക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഡ്രൈ ആയിട്ടിരിക്കണമെങ്കിൽ ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം.